Audi Q7 പറ്റി നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യം ഉൾപ്പെടെയുള്ള 5 എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. പുതിയ Audi Q7 ലോഞ്ച് ചെയ്തപ്പോൾ ഡീസൽ വേരിയൻസ് എല്ലാം നിർത്തി പെട്രോൾ ഓപ്ഷൻസ് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. 3 ലിറ്റർ 340 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 500 ന്യൂട്ടൺ ടോർക്കും തരുന്ന ഒരു പവർഫുൾ V6 എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. പവേർഡ് ടെയിൽ ഗേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതല്ല ഞാൻ പറയാൻ വന്നത്, ഇതിൻ്റെ റിയറിൽ നമുക്ക് സാധനം പൊക്കിയെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റ് പോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലോവർ ആകുന്നത് കണ്ടോ. എയർ സസ്പെൻഷൻസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് കൊണ്ട് വണ്ടി ലോവർ ആയതുകൊണ്ട് ഈ ഒരു ലെവൽ വരെ ലോവർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ വീൽ ആർക്കിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത്ര ലോവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും അതേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു ഹോൾ പൊസിഷൻ എത്തിക്കോളും. MID ഉൾപ്പെടെ 3 ഡിസ്പ്ലേസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡിസ്പ്ലേയും ഇൻഫോർടൈൻമെൻറ്റും MID 3 ഡിസ്പ്ലേ. അത് വളരെ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിരിക്കുമല്ലോ, പ്രീമിയം ഗ്ലാസ് അല്ലേ. അടുത്ത ഡ്രൈവിങ്ങിനെ പറ്റിയുള്ളൊരു കാര്യമാണ്. പുതിയ ഓടി വന്നത് പെട്രോൾ എഞ്ചിൻ ആയ സ്ഥിതിക്ക് ഭയങ്കര റിഫൈൻഡായി. പഴയ ഡീസൽ എഞ്ചിൻ്റെ കൂട്ടല്ല. ഇതിൻ്റെ ഓണർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പോളോ യൂസ് ചെയ്യുന്ന പോലെ ലാഘവത്തിലാണ് ഇത്രയും വലിയൊരു വണ്ടി യൂസ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നാണ്. പിന്നീട് ദ മോസ്റ്റ് ഹൈലൈറ്റഡ് തിങ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട SUV ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പറയും? ഞാൻ ലംബോർഗിനി ഉറുസ് ആണ് പറയുന്നത്. ആ സെയിം പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന വണ്ടിയാണ് Audi Q7. നമുക്കറിയാം ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ലംബോർഗിനി, പോർഷയും ഔഡിയും സ്കോഡ ഫോക്സ് വാഗൻ എല്ലാം. അതിൽ ഉറുസിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് Q7 വന്നിരിക്കുന്നത്. Q8 ഓൾമോസ്റ്റ് ഉറുസ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് Audi Q7 പറ്റി നമുക്ക് ഏറ്റവും എടുത്ത് പറയാനായിട്ടുണ്ടായിരുന്ന 5 കാര്യങ്ങൾ. Audi, BMW, Mercedes, ഇത് 3 ഓപ്ഷൻ തന്നാൽ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? കമൻറ്റ് ബിലോ.